ഹായ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ എന്താണ് മൗസിനുള്ളിൽ, അതിൻ്റെ പ്രവർത്തനം എന്നിവയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മൗസിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് മൗസിൻ്റെ പുറം ഭാഗം ഒന്ന് നോക്കാം. മൗസിന് രണ്ട് ബട്ടണാണ് ഉള്ളത്, ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണും. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് ഒരു സ്ക്രോളിംഗ് ബട്ടണും കാണാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെബ് പേജ് അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും ഇമേജുകൾ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുമാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനും സാധിക്കും. മൗസിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് വയേർഡ് മൗസും മറ്റൊന്ന് വയർലെസ് മൗസും. ബ്ലൂടൂത്ത് മൗസ് വയർലെസ് മൗസുകൾക്ക് ഒരു ഉദാഹരണമാണ്. ബ്ലൂടൂത്ത് മൗസുകൾക്ക് അതിൻ്റേതായ ബ്ലൂടൂത്ത് റിസീവേഴ്സ് ഉണ്ടാവും. അത് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വയർലെസ് മൗസുകൾക്ക് മറ്റൊരു ഉദാഹരണമാണ് മാജിക് മൗസ്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിന് ബ്ലൂടൂത്ത് റിസീവേഴ്സ് ഉണ്ടായിരിക്കുന്നതല്ല. മാജിക് മൗസുകൾ ആപ്പിളിൻ്റെ കമ്പ്യൂട്ടറിലാണ് കണ്ടുവരുന്നത്. വയേർഡ് മൗസിലും വ്യത്യസ്ത തരം കണക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് PS2 കണക്ടേഴ്സ്. ഈ കണക്ടേഴ്സ് ഈ കാണുന്ന പോലെ ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുന്നത്. മറ്റൊരു തരം കണക്റ്റിംഗ് രീതിയാണ് USB അഥവാ യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇതിൽ നമുക്ക് 4 പിന്നുകൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം. ഇത് ഗ്രൗണ്ട്, ഡാറ്റ പ്ലസ്, ഡാറ്റ മൈനസ്. ഇത് രണ്ടും കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നുകളാണ്. ഇത് പ്ലസ് VCC 5 വോൾട്ടേജ്. P2 കണക്ടേഴ്സിൽ 6 പിന്നുകൾ കാണാം. ക്ലോക്ക്, ഗ്രൗണ്ട്, ഡാറ്റ പ്ലസ്, NC പ്ലസ് 5 വോൾട്ട്, VCC, NC. 2ഉം 6ഉം നോട്ട് കണക്റ്റഡ് ആണ് ഇതിൽ. ഇനി നമുക്ക് മൗസിൻ്റെ ഉൾഭാഗത്തേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം ഈ കാണുന്ന സ്റ്റിക്കർ റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ളിലെ സ്ക്രൂ നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടുകൂടി റിമൂവ് ചെയ്യുന്നു. ഇനി മുകൾ ഭാഗത്തെ കവർ നമുക്ക് ഇളക്കിയെടുക്കാം. കുറച്ച് കമ്പൗണ്ട്സ് സോൾട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടണും റൈറ്റ് ബട്ടണുമാണ്. ഇത് സ്ക്രോളിംഗ് ബട്ടൺ. ഈ വീല് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന റോട്ടറി സ്വിച്ച് റൊട്ടേറ്റ് ആവുകയും അതുമൂലം നമുക്ക് പേജുകൾ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും സാധിക്കും. ഈ വീലിൻ്റെ ഒരറ്റം ഈ സ്വിച്ചുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സ്ക്രോളിംഗ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഈ സ്വിച്ചാണ് പ്രസ് ആവുന്നത്. മൗസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമുക്ക് മൗസിൻ്റെ ചരിത്രം നോക്കാം. ഇപ്പോഴത്തെ ഒപ്റ്റിക്കൽ മൗസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് മെക്കാനിക്കൽ മൗസാണ് യൂസ് ചെയ്തിരുന്നത്. മെക്കാനിക്കൽ മൗസിൻ്റെ അടിഭാഗത്ത് ഒരു റബ്ബർ ബോൾ ഉള്ളതിൻ്റെ നീങ്ങുന്നതിന് അനുസരിച്ചാണ് കമ്പ്യൂട്ടറിൽ സ്ക്രീനിലെ കേസറുകൾ ചലിക്കുന്നത്. ഡഗ് എൽബർട്ട് 1963 മെക്കാനിക്കൽ മൗസിൻ്റെ ആദ്യ ഡിസൈൻ ചെയ്തത്. 1800കളിൽ കണ്ടുപിടിച്ച പ്ലാനിമീറ്റർ എന്ന മെക്കാനിക്കൽ ഏരിയ അളക്കുന്ന ഉപകരണത്തിൽ പ്രചോദനം കൊണ്ടാണ് അദ്ദേഹം ആദ്യത്തെ മൗസ് രൂപകൽപ്പന ചെയ്തത്. 1998 സൊറസ്കിലെ സ്റ്റീഫൻ ബി ജോൺസൺ ഒപ്റ്റിക്കൽ മൗസുകളുടെ പേറ്റന്റ് എടുത്തു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമുക്ക് ഒരു IC കാണാം. ഇത് CMOS ലൈറ്റ് ഡിറ്റക്ടർ സെൻസറാണ്. ആക്ച്വലി ഇതൊരു ചെറിയ ക്യാമറയാണ്. ഇതുപയോഗിച്ച് 1500 ചിത്രങ്ങൾ എടുക്കും എല്ലാ സെക്കൻഡ്സിലും. ഏകദേശം എല്ലാത്തരം ഉപരിതലത്തിലും പ്രവർത്തിക്കും ഇത്. പക്ഷേ എന്നിരുന്നാലും പോളിഷ്ഡ് കല്ലുകൾ, ഗ്ലാസ് പോലെയുള്ള പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ഉപരിതലങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നതല്ല. ഒരു റെഡ് LED കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം, എപ്പോഴും എന്തുകൊണ്ടാണ് റെഡ് കളർ LEDs മാത്രം കാണുന്നത്? നമുക്ക് വ്യത്യസ്ത കളറിലുള്ള LEDകൾ ഉപയോഗിക്കാം. പക്ഷേ റെഡ് കളർ മറ്റുള്ളവയിൽ നിന്നും വില കുറഞ്ഞതും. സിലിക്കൺ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് റെഡ് കളറിനോട് വളരെ സെൻസിറ്റീവാണ്. പിന്നെ IR LEDകളും കൂടുതലായി ഉപയോഗിച്ചു വരുന്നു. മറ്റുള്ള കളറുകൾ ഉപയോഗിക്കാറുണ്ട്. ബ്ലൂ LED പോലെയുള്ളവ മൗസിൽ ഉപയോഗിച്ചു വരുന്നു. ഒരു പ്രതലത്തിൽ തട്ടി ലൈറ്റ് CMOS സെൻസറിൽ പതിക്കുന്നു, അഥവാ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ സെൻസറിൽ പതിക്കുന്നു. CMOSൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ ചിത്രം DSP അയക്കുന്നു, അഥവാ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സറിലേക്ക്. DSP ആ ചിത്രങ്ങളെ വിശകലനം ചെയ്യുന്നു. DSPയിൽ
18 മില്യൺ ഇൻസ്ട്രക്ഷൻസ് ഒരു സെക്കൻഡിൽ നടക്കുന്നത്. ഇതിലെ പാറ്റേണുകൾ കണ്ടെത്താനും മുമ്പത്തെ ചിത്രത്തിനു ശേഷം ആ പാറ്റേണുകൾ എങ്ങനെ നീങ്ങിയെന്ന് കണ്ടെത്താനും കഴിയും. ചിത്രത്തിലെ ഒരു ശ്രേണിയിലെ പാറ്റേണുകളുടെ മാറ്റത്തെ അടിസ്ഥാനമാക്കി മൗസ് എങ്ങനെ നീങ്ങിയെന്ന് DSP നിർണ്ണയിക്കുന്നു. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, CMOSൽ വരുന്ന ചിത്രങ്ങളുടെ വ്യത്യാസം DSP മനസ്സിലാക്കി മൗസ് ഏത് ഭാഗത്തേക്ക് നീങ്ങിയെന്നും അനുപാതികമായിട്ടുള്ള നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്നു. കമ്പ്യൂട്ടർ DSPയിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്ക്രീനിലെ മൗസ് പോയിന്റ് അഥവാ കേഴ്സറുകൾ നീക്കുന്നു. ഈ പ്രവർത്തനം എല്ലാം ഒരു സെക്കൻഡിൽ 100-ലധികം തവണ നടക്കുന്നു. സെക്കൻഡ്സിൽ ഇത്രയും അധികം തവണ നടക്കുന്നതിനാൽ സ്ക്രീനിലെ കേഴ്സറുകൾ വളരെ സുഗമമായി നീങ്ങുന്നു. ഇതാണ് ഒരു മൗസിന്റെ പ്രവർത്തനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.